അടുത്ത വർഷം ആദ്യം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമാണ് ഗോവ. ഇന്ത്യയുടെ പാർട്ടി ക്യാപിറ്റലാണ് ഗോവ. മറ്റ് പല സംസ്ഥാനങ്ങളുടേതിന് സമാനമായി ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഉരുക്കു കോട്ടയായ ഗോവയിൽ പക്ഷേ ഇന്ന് BJP ആണ് ഭരണത്തിൽ. ഇന്ന് 27 MLA-മാർ അവിടെ BJP-ക്കുണ്ട്. ഗോവയുടെ ചരിത്രത്തിൽ BJP-യുടെ ഏറ്റവും മികച്ച പ്രകടനമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. കോൺഗ്രസിന്റെ ശക്തി ക്ഷയിച്ച് MLA-മാരുടെ എണ്ണം വെറും 7-ലെത്തി നിൽക്കുകയാണ് അങ്ങ് ഗോവയിൽ. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലേതിന് സമാനമായി ആകെപ്പാടെ തീർന്നിട്ടില്ല കോൺഗ്രസ് ഗോവയിൽ. അവിടെ പാർട്ടിക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. ഇങ്ങ് താഴെ തട്ടിൽ പോലും പാർട്ടിയുടെ പ്രവർത്തനം ശക്തമാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് പാർട്ടിയെ ഗോവയിൽ ശക്തിപ്പെടുത്താൻ നേതാക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 2027-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചുവരവ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പ്രവർത്തകരുടെ ഒഴുക്കാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് നടക്കുന്നത്. മറ്റ് പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് എത്തിക്കഴിഞ്ഞു. ഗോവയിലെ ഷിറോഡ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ ശിവപ്രസാദ് ഷിറോഡ്കർ കോർട്ടലിമിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന മറിയാനോ റോഡ്രിഗസ് എന്നിവർ ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് കോൺഗ്രസിനൊപ്പം ചേർന്നത്. ഗോവയുടെ ചുമതലയുള്ള AICC ഇൻചാർജ് മാണിക് റാവു താക്കറെ, ഗോവൻ കോൺഗ്രസ് അധ്യക്ഷൻ ഗിരീഷ് ചോദൻകർ, പ്രതിപക്ഷ നേതാവ് യൂറി അലേമാവോ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നൂറുകണക്കിന് അനുയായികളോടൊപ്പം ഇരുവരും കോൺഗ്രസിൽ ചേർന്നത്. ഗോവ കോൺഗ്രസ് പാർട്ടി എന്ന പേരിൽ പുതിയൊരു പാർട്ടി ഉണ്ടാക്കി മാധ്യമങ്ങൾ വഴി കോൺഗ്രസിൽ ഭിന്നതയാണെന്ന നറേറ്റീവ് സൃഷ്ടിക്കാൻ സംസ്ഥാന ഭരണകൂടം ശ്രമിക്കുന്നതിനിടയിലാണ് മറ്റു പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസിലേക്ക് ഒഴുകുന്നത്. BJP-ക്കെതിരെ ചിന്തിക്കുന്ന എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കോൺഗ്രസിന് സാധിച്ചാൽ 2027 ഫെബ്രുവരിയിൽ ഗോവയിൽ ഭരണം പിടിക്കാൻ കോൺഗ്രസിന് കഴിയുമെന്ന് ഉറപ്പാണ്. കോൺഗ്രസിൽ ചേർന്ന ശേഷം സംസാരിച്ച മറിയാനോ റോഡ്രിഗസ് സംസ്ഥാനത്ത് BJP സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കാരണമാണ് തൃണമൂൽ കോൺഗ്രസ് വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നതെന്നാണ് നേതാക്കൾ പറഞ്ഞത്. സംസ്ഥാനത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന ഏക പാർട്ടി കോൺഗ്രസ് മാത്രമാണെന്നും പുതിയതായി എത്തിയവർ പറയുന്നുണ്ട്. പുതിയ നേതാക്കളുടെ രംഗപ്രവേശനം കോൺഗ്രസിന് കരുത്ത് പകരുന്നതാണെന്ന് GPC പ്രസിഡന്റ് പറഞ്ഞു. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. മറ്റ് പാർട്ടികളിലെ നല്ല പ്രവർത്തകർ കോൺഗ്രസിലേക്ക് വരുന്നത് അതിന്റെ തെളിവാണെന്നും നേതാക്കൾ പറയുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ഗോവയിൽ തുടക്കം മുതൽ തന്നെ കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ പ്രധാന നേതാവ് തന്നെ പാർട്ടി വിട്ടതോടെ സംസ്ഥാനത്ത് തൃണമൂലിന് തിരിച്ചടിയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് കോൺഗ്രസ് സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനിടയിലാണ് നൂറുകണക്കിന് പ്രവർത്തകർ കോൺഗ്രസിലേക്ക് എത്തുന്നത്. മറ്റു പാർട്ടികൾക്ക് പുറമെ ചില സ്വതന്ത്ര ഗ്രൂപ്പുകളിൽ നിന്നുമുള്ള പ്രവർത്തകരും കോൺഗ്രസിലേക്ക് എത്തുന്നുണ്ട്. ശക്തമായ BJP വിരുദ്ധ വികാരം ഗോവയിൽ അലയടിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഖനന നിരോധന പ്രശ്നങ്ങൾ എന്നിവയിൽ BJP സർക്കാരിനെതിരെ ശക്തമായ ജനവികാരം ഉണ്ടെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. ഇത് വോട്ടായാൽ കോൺഗ്രസ് ഇടവേളയ്ക്ക് ശേഷം ഗോവയിൽ ഭരണം പിടിക്കുമെന്നുറപ്പിക്കാം. ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കുകൾക്ക് അയവ് വന്നതാണ് പുതിയ പ്രവർത്തകരെ ആകർഷിക്കുന്ന പ്രധാന ഘടകം. രാഹുൽ ഗാന്ധി നേരിട്ടിടപെട്ടതോടെ ഗോവൻ കോൺഗ്രസിന് ശുക്രകാലമാണ്. ദേശീയ തലത്തിൽ രൂപപ്പെട്ട ഇന്ത്യ സഖ്യത്തിന് ഗോവയിൽ ലഭിക്കുന്ന പിന്തുണയും പ്രവർത്തകരുടെ മനോവീര്യം ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ വടക്കൻ ഗോവയിലെയും തെക്കൻ ഗോവയിലെയും പഞ്ചായത്ത് തലത്തിൽ നിരവധി BJP, ആം ആദ്മി പാർട്ടി പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നത് ദേശീയ തലത്തിൽ വാർത്തയായിരുന്നു. യുവാക്കളും സ്ത്രീകളുമാണ് കൂടുതലായും എത്തുന്നത്. ബദൽ നേതൃത്വം എന്ന പ്രതീക്ഷയിലാണ് തങ്ങൾ കോൺഗ്രസിൽ ചേരുന്നതെന്ന് പുതിയ അംഗങ്ങൾ പറയുന്നുണ്ട്.